ഒരിക്കലും തകരില്ലെന്ന് കരുതിയിരുന്ന കണ്ണൂരിലെ ചെങ്കോട്ടകൾ UDF തരംഗത്തിൽ ഇളകിയാടി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും നേടിയ അട്ടിമറി വിജയങ്ങൾ CPIM നേതൃത്വത്തെ ഞെട്ടിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പിന്നിലായ സാഹചര്യം ജില്ലയിലെ ഇടത് ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഏത് രാഷ്ട്രീയ തരംഗത്തിലും ഇളകാത്ത LDFന്റെ പൊന്നാപുരം കോട്ടകളെന്ന വിശേഷണം ഇനി പയ്യന്നൂരിനും തളിപ്പറമ്പിനും അന്യം. പതിറ്റാണ്ടുകളായി CPIM കുത്തകയാക്കി വെച്ചിരുന്ന ഈ മണ്ഡലങ്ങളിലാണ് കണ്ണൂരിലെ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടത്. CPIM വിട്ടുപോയ വി കുഞ്ഞികൃഷ്ണൻ TI മധുസൂദനനെ 7000-ലധികം വോട്ടുകൾക്കാണ് പയ്യന്നൂരിൽ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ LDF നേടിയ 49,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷം മറികടന്നാണ് ഈ മുന്നേറ്റം. ആദ്യ റൗണ്ട് ഒഴികെ മറ്റെല്ലാ ഘട്ടങ്ങളിലും TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ ആധിപത്യം പുലർത്തി. CPIM പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ആന്തൂർ നഗരസഭയിലും മലപ്പട്ടം പഞ്ചായത്തിലും പോലും UDF സ്ഥാനാർത്ഥി മേധാവിത്വം നേടിയതോടെ ഭൂരിപക്ഷം 12,000 കടന്നു. അതേസമയം LDFനെ നയിച്ച പിണറായി വിജയന്റെ ഭൂരിപക്ഷം പകുതിയിലധികം കുറഞ്ഞു. വോട്ടെണ്ണലിന്റെ ആദ്യ 6 റൗണ്ടുകളിലും UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് ലീഡ് നിലനിർത്തിയത് LDF ക്യാമ്പിൽ ആശങ്ക കൂട്ടിയെങ്കിലും 19,000 വോട്ടിന് പിണറായി വിജയൻ ജയിച്ചു കയറി. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ മട്ടന്നൂരിലും ഇടതിനടിതെറ്റി. 60,000-ന് മുകളിലുണ്ടായിരുന്ന ഭൂരിപക്ഷം ഇത്തവണ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന് 14,000-ലേക്ക് ചുരുങ്ങി. കേരളത്തിലെ ആകെ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. ജനവിധിയെ മാനിക്കുകയും ഈ തിരിച്ചടിക്ക് കാരണമെന്തെന്ന് ആഴത്തിൽ പാർട്ടിയും LDFും പരിശോധിക്കുകയും ചെയ്യും. കണ്ണൂരിലെ UDF തേരോട്ടത്തിനിടയിൽ 6 LDF സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചത്. കല്യാശ്ശേരിയിൽ M വിജിൻ മികച്ച വിജയം നേടിയപ്പോൾ അഴീക്കോട് KV സുമേഷും കൂത്തുപറമ്പിൽ PK പ്രവീണും കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. സുമേഷിന്റെ ഭൂരിപക്ഷം 249 വോട്ടുകളിലും പ്രവീണിന്റേത് 1200 വോട്ടുകളിലും ഒതുങ്ങി. പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIM നിയോഗിച്ച കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയ്ക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.